കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 27-ാം ഞായർ ഇന്നത്തെ തിരുവചനങ്ങളുടെ കാതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിൻ്റെ മാഹാത്മ്യതയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഭൂമിയിലെ ആദ്യ വിവാഹത്തിൻ്റെ കാർമ്മികൻ ദൈവവും ആദ്യ ദമ്പതികൾ ആദവും ഹവ്വയുമാണ്. ആദ്യ ദമ്പതികൾക്കുള്ള വചനം ഇപ്രകാരമാണ്: പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർത്തിരിക്കും, അവർ ഏക ശരീരമായി തീരും. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പഠിപ്പിച്ചതും: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. അതെ, വിവാഹം അത്രയും ഓജസ്സും തേജസ്സും നിറഞ്ഞതാണ്. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു: വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നൊരു കാലം. എന്നാൽ ഇന്ന് പതുക്കെ അത് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പണത്തിനും നേരം പോക്കിനും സുഖത്തിനും വേണ്ടിയാണ് വിവാഹമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വിവാഹമോചനം ഇന്ന് വാർത്തയല്ലാതായിരിക്കുന്നു. പല കുടുംബങ്ങൾക്കും പുറമേ കാണുന്ന ഭംഗി അകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല താനും. അതിനൊരു തെളിവാണ് കൊച്ചി മെട്രോ നഗരത്തിലെ തിരക്കിനിടയിൽ കണ്ടൊരു കാഴ്ച. ഏകദേശം 60 വയസ്സുള്ള ഒരു സ്ത്രീ തൻ്റെ രോഗിയായ ഭർത്താവിനെ വീൽ ചെയറിലിരുത്തിക്കൊണ്ട് ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ കൊണ്ടുപോകുന്നൊരു കാഴ്ച. വാർദ്ധക്യത്തിലും പരസ്പരം സഹായിച്ച് അവർ ദാമ്പത്യ ജീവിതം ആഘോഷിക്കുകയാണ്. എന്നാൽ പരിചിതരായ ചില യുവദമ്പതികൾ ഡിവോഴ്സ് നോട്ടീസ് കാത്തിരിക്കുന്നതും ശ്രദ്ധേയമാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അത് മറ്റൊന്നുമല്ല, മധുവിധ കാലത്തുണ്ടായിരുന്ന സന്തോഷവും ബഹുമാനവും തുറവിയും പരസ്പര വിശ്വാസവും സഹായം എല്ലാം കുറഞ്ഞു. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതെന്ന് നിസ്സംശയം പറയാം. വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രീക്ക് പുരാണ കഥയുണ്ട്. ലോകത്തിൽ ഈ ഭൂമിയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. 2 തലയും 4 കൈയും കാലുമുള്ള ഒരു തരം ജീവികളാണ് ഉണ്ടായത്. അവർ വലിയ സന്തോഷമുള്ളവരായിരുന്നു. അവരുടെ സന്തോഷത്തിൽ അസൂയ പൂണ്ട് ദേവന്മാരുടെ പരാതിയെ തുടർന്ന് സിയൂസ് ദേവൻ ഇടിമിന്നലഴിച്ച് ആദ്യ മനുഷ്യനെ ആൺപെണ്ണെന്ന രീതിയിൽ 2ആയി തിരിച്ചു. ഇതവരുടെ ആനന്ദത്തെ നശിപ്പിച്ചു. അവൻ അസ്വസ്ഥനായി. തൻ്റെ ശരീരത്തിൽ നിന്ന് മുറിഞ്ഞുപോയ ആ പകുതിയുടെ കുറവ് താൻ അപൂർണനാണെന്ന ചിന്ത അവനിൽ നിറച്ചു. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കുറവ് പരിഹരിക്കൽ തന്നെയല്ലേ വിവാഹം. സൂസൻ പോളിസ് ഷൂട്ട്സ് എഴുതിയ പുസ്തകമാണ് സ്നേഹിക്കാൻ ഭയക്കേണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ് ടു ലവ്. അതിലെ ഒരു പദ്യം ഇപ്രകാരമാണ്: ഞാൻ ഇവിടെയുണ്ട് നിന്നെ മനസ്സിലാക്കാൻ, നിന്റെ കൂടെ ചിരിക്കാൻ, നിന്റെ കൂടെ കരയാൻ, നിന്നോടൊപ്പം ചിന്തിക്കാൻ. അതെ, ഇങ്ങനെയുള്ളൊരു സ്നേഹമാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാണ് കുടുംബമെന്ന്. വിവാഹം ദൈവത്തിൽ എത്തിച്ചേരാനുള്ള വഴിയാണ്. ദൈവത്തിലെത്താൻ വിശുദ്ധി ആവശ്യമാണ്. അതിനാൽ വിവാഹത്തെയും കുടുംബത്തെയും വിശുദ്ധമായി കണക്കാക്കുകയും വിലയുള്ളതായി കരുതുകയും വേണം. നസ്രത്തിലെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്നിരുന്നു. കാരണം യേശു അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലും യേശുവും മാതാവും ഇല്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു: എല്ലാ വിവാഹത്തിലും കാനായിലെ പോലെ മാതാവും ഈശോയും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സമാധാനമാകുന്ന വീഞ്ഞ് തീർന്നു പോകുന്നില്ലായിരുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തിരുക്കുടുംബമാണോ അല്ലയോ എന്ന്. എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ ഇമ്പം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആകയാൽ ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതം വന്നു നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.